പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 26 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതിനായിട്ട് നമ്മുടെ കൈകളൊന്ന് ഉയർത്തിയാലോ, കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാലോ. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ മനസ്സലിവിനും അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ കരുണയ്ക്കും എല്ലാത്തിനുമായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, 35:10, യഹോവേ, അങ്ങേക്ക് തുല്യനാർ. എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവന് കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും കർത്താവ് രക്ഷിക്കുന്നുവെന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. 18-ാമത്തെ വാക്യം, ഞാൻ മഹാസഭയിൽ കർത്താവിന് സ്തോത്രം ചെയ്യും, ബഹുജനത്തിൻ്റെ മധ്യേ കർത്താവിനെ സ്തുതിക്കും. 28, എൻ്റെ നാവ് കർത്താവിൻ്റെ നീതിയെയും നാളെല്ലാം കർത്താവിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ആരും അശ്രദ്ധരായിട്ടിരിക്കാതെ, ആരും മൗനമായിരിക്കാതെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഏക മനസ്സോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഏത് സമയത്തും ഏത് നേരത്തും ഞങ്ങൾക്ക് അടുത്തു വരുവാൻ യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പം ഞങ്ങൾ അങ്ങയുടെ അടുക്ക വന്നിരുന്നുകൊണ്ട് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നവൻ, അങ്ങ് പ്രാർത്ഥനകൾക്ക് ആമേൻ ആമേൻ തക്ക സമയത്ത് മറുപടി അയക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പേ, ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അപ്പയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഇന്നത്തെ പകൽക്കാലം അങ്ങയുടെ ഫേവർ വെളിപ്പെടുവാൻ, അങ്ങയുടെ കൈ നീട്ടപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക. പരിപൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും ആമേൻ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. വേദനകൾ മാറിപ്പോകട്ടെ. ആമേൻ യേശുവിൻ്റെ നാമത്തിൽ വേദനയ്ക്ക് കാരണമായി നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിയുന്നവരെ വിടുവിക്കണം. ആമേൻ ആമേൻ. വീടിൻ്റെ വാടക കൊടുക്കാൻ മാർഗമില്ല, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ മാർഗമില്ല, അങ്ങനെ പല വിധത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ റിസോഴ്സ് യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ, ആമേൻ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാതെ, സ്വസ്ഥത അനുഭവിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനവും സ്വർഗീയ ഇടപെടലും അവരുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളുകളായി വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി പേപ്പർ വർക്കുകളൊക്കെ നടത്തി ഒന്നും ശരിയാകാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന ദേശത്ത് അവരെ പ്ലാൻ ചെയ്യണമേ. കർത്താവ് ആഗ്രഹിക്കുന്ന ദേശത്ത് അവരെ നട്ട് വളർത്തുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആ ഡോക്യുമെൻസുകൾ എല്ലാം കറക്റ്റ് ആകട്ടെ. ആ പേപ്പർ വർക്കുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ റെഡിയായി വരട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം. ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ, പരമാർത്ഥതയോടെ ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കുന്നതിന് സ്തോത്രം.
ആമേൻ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പിതാവ് മറുപടി അയച്ചതിന് സ്തോത്രം. നാളത്തെ സഭായോഗത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ നാളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും മൗനമായിരിക്കരുത്. ഈ ദിവസം ഇന്നത്തെ പകൽക്കാലം പ്രാർത്ഥനയുടെ പകൽക്കാലമായിരിക്കണം. സഭായോഗത്തിന് വേണ്ടി പ്രത്യേകം ദൈവസന്നിധി പ്രാർത്ഥിച്ച് ആമേൻ, കർത്താവിനെ സ്തുതിച്ച് ആമേൻ, പ്രത്യേക ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറയുന്നൊരു വാക്യമാണ്. ആമേൻ, ആമേൻ. അങ്ങനെ ദീർഘക്ഷമയോടെ ഇരുന്ന് എന്നാ ചെയ്തു? വാഗ്ദത്തം വിഷയം പ്രാപിച്ചു. അപ്പം നമ്മുടെ കർത്താവ് വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. എന്നാൽ എല്ലാ വാഗ്ദത്തങ്ങൾക്കും അതിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി ഫുൾഫിൽമെൻറ്റ് ഒരു പ്രോസസ്സിന് ശേഷമായിരിക്കും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഈ 75-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ലഭിച്ച വാഗ്ദത്തമാണ്. പക്ഷേ 25 വർഷം കാത്തിരുന്നു ഇസഹാക്ക് എന്ന് പറയുന്ന തൻ്റെ വാഗ്ദത്തം ജനിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. സോ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ദീർഘക്ഷമയോടെ ഇരുന്നു. ദീർഘക്ഷമയോടെ ഇരുന്നു. അല്ലെങ്കിൽ ആഗ്രഹിച്ച ഉടനെ നടന്നെന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ച ഉടനെ നടന്നെന്നല്ല, അല്ലെങ്കിൽ താൻ പിറുപിറുത്ത ഉടനെ നടന്നു, അങ്ങനെയല്ല. ബട്ട് എങ്ങനെ ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരുന്ന് വാഗ്ദത്തത്തെ പ്രാപിച്ചു എന്നാണ് പരിശുദ്ധാത്മാവോട് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് എന്താ ഓർപ്പിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ പ്രവചനങ്ങളിലൂടെ ഒക്കെ നമുക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നിട്ടുണ്ടാകാം. നമ്മളോടുള്ള വ്യക്തിപരമായി, സാമ്പത്തികപരമായി, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ശാരീരിക സൗഖ്യത്തിൽ ഒക്കെ പലതരത്തിലുള്ള വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിനെല്ലാം എന്താവശ്യം വേണം? വിശ്വാസത്തോടെ ദീർഘക്ഷമ, വിശ്വാസത്തോടെ കാത്തിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഫുൾഫിൽമെൻറ്റ് കാണുവാൻ കഴിയത്തുള്ളൂ. എബ്രായ ലേഖനം 6:12 തന്നെ ഈ വാക്യത്തിൻ്റെ, ഈ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നത്? അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പോൾ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ അവകാശം പ്രാപിച്ചവർ ഒക്കെയും എന്താണ്? അവരൊക്കെ വിശ്വാസത്താൽ കാത്തിരുന്നവരാ. അവർ മന്ദിച്ചു പോയില്ല, അയ്യോ ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞില്ല. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അപ്പോൾ നമുക്കെന്ത് വേണം? വിശ്വാസവും വേണം, ദീർഘക്ഷമയും വേണം. മുൻകാലങ്ങളിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആരൊക്കെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ അവരൊക്കെയും എന്തൊക്കെ ചെയ്തു? വിശ്വാസത്താലും ദീർഘക്ഷമയാലും കാത്തിരുന്ന പ്രാപിച്ചു. ഈ ഒരു സ്റ്റോറിയുണ്ട്. ഈ ചൈനയിലെ ഒരു ബാംബു ട്രീ ഉണ്ട്. ഈ ബാംബു ട്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 4 മുതൽ 5 വർഷത്തേക്കിനൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ വെള്ളം ഒഴിക്കുകയും അതിന് ഫെർട്ടിലൈസേഷൻ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും കാണത്തില്ല. അത് 5-ാമത്തെ വർഷം പെട്ടെന്ന് ഇതൊരു 80 അടി ഉയരത്തിലേക്ക് വലുതായി വരും. ആമേൻ. ഇന്ന് 6 ആഴ്ചയുടെ സമയത്തിനുള്ളിലാണ് ഇതിൻ്റെ വളർച്ച വരുന്നത്. എന്നാൽ ആ കഴിഞ്ഞ 4 മുതൽ 5 വർഷം വരെ ഒന്നും കാണുന്നില്ല. അവർ നട്ടിരിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് വേണ്ടുന്ന പരിപാലനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വൺസ് ഒരു 5 വർഷം കഴിയുമ്പോൾ 6 ആഴ്ച കൊണ്ട് ഇതെന്ത് ചെയ്യുക? പെട്ടെന്ന് അങ്ങ് വളരുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 6 ആഴ്ച കൊണ്ട് വളർന്നതാണോ അതോ 5 വർഷം കൊണ്ട് വളർന്നതാണോ? ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്? ഇത് വർഷങ്ങളായി ഇതിൻ്റെ താഴോട്ട് വളരുക. ഇത് അടിയിൽ വളർന്നു കയറി അതിൻ്റെ വേരുകളൊക്കെ താഴോട്ടിറങ്ങി അത് നല്ല സ്റ്റേബിളായിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ കണ്ണിൽ നിന്ന് അത് മാറി നിൽക്കുകയാണ്. അപ്പം ഇതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും. നമ്മൾക്ക് കിട്ടിയ വാഗ്ദത്തം, കർത്താവ് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ നിമിഷം മുതൽ ആ വാഗ്ദത്തത്തിൻ്റെ മുകളിൽ ദൈവിക പ്രവൃത്തി ആരംഭിച്ചു. നമ്മൾ വിശ്വസിക്കുകയും അതിനെ സ്തോത്രം പറയുകയും അത് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴൊക്കെയും വാഗ്ദത്തം നമുക്ക് പുറമേ കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വിശ്വസിക്കണം, ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തവും മാറിപ്പോകത്തില്ല. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനല്ലേ പറഞ്ഞേ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ആമേൻ. അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. അപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരുന്നോളുക. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവിശ്വസിച്ച് പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ വീണ്ടും വീണ്ടും വിശ്വസിക്കുകയും കർത്താവിൽ വിശ്വസിച്ച് സ്തോത്രം പറയുകയും ദൈവം തന്ന വാഗ്ദത്തത്തെ എടുത്ത് ശബ്ദമുയർത്തി ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുക. ഹല്ലേലൂയ. എല്ലാ വാഗ്ദത്തങ്ങൾക്കും കർത്താവ് ഒരു അപ്പോയിൻറ്റഡ് ടൈം വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് നടക്കും, അത് ഡിലേ വരത്തില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനായി കാത്തിരിക്കുന്നവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്യുക. തക്ക സമയത്ത് കർത്താവ് അത് പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും. കരങ്ങളെ ഉയർത്തി ആമീൻ പറഞ്ഞാട്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എല്ലാവരും വാഗ്ദത്തങ്ങളുള്ളവരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് അവൻ്റെ മടങ്ങി വരവ്. കാത്തിരിക്കുക, നിശ്ചയമായിട്ടും സംഭവിക്കും. ചിലർ പറയുന്നത് പോലെ അയ്യോ ഇനിയും കർത്താവ് വരുമോ? നിശ്ചയമായിട്ടും വരും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, കർത്താവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങളെക്കാൾ വാക്യങ്ങളെക്കാൾ ഇരട്ടിയാണ് 2-ാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുക, നിശ്ചയമായിട്ടും യേശു മടങ്ങി വരും. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായ സകല വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. കാത്തിരിക്കുക, വിശ്വസിക്കുക, ഡിക്ലെയർ ചെയ്യുക. കർത്താവ് തക്ക സമയത്ത് അത് പൂർത്തീകരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ അയച്ചു കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.